ഖബറിൽ ഇങ്ങനെ ഒരു ഖുർആനായത്ത് കേൾക്കുന്നില്ലേ? അതായത് ഖബറിൻ്റെ മുകളിൽ സ്പീക്കറിലൂടെ ശുദ്ധമായ ഖുർആൻ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ദമാമിലെ ഖതീഫിലെ ഔജ് എന്ന് പറയുന്ന സ്ഥലത്തെ ഷിയാക്കളുടെ ഒരു ഖബർസ്ഥാനാണ് ഈ കാണുന്നത്. അവരുടെ ഖബറിൻ്റെ മുകളിലായിട്ട് അവരിങ്ങനെ ചില ഖബറിൻ്റെയൊക്കെ മുകളിൽ ശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓഡിയോയിൽ ഇങ്ങനെ കേൾപ്പിക്കും. ഈ ഖബർസ്ഥാനിലാണ് മഹാനായ നബിയുല്ലാഹി അലിയസ അലിഹിസ്സലാമിൻ്റെ ഖബർ ഷരീഫ് ഉള്ളത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വീഡിയോ സമർപ്പിച്ചിട്ടുള്ളത് അൻസാരി സുഹരി ആലപ്പുഴ എന്ന ഉസ്താദാണ്. അദ്ദേഹം ഈ വീഡിയോ കാണിച്ചപ്പോൾ എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ചിരുന്നു, അറ്റൻഡ് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്തിരുന്നു, അതിന് റീപ്ലൈയും ലഭിച്ചിട്ടില്ല. ഇനി അദ്ദേഹത്തിൽ നിന്ന് സംശയം തീരുമെന്ന് പ്രതീക്ഷയില്ല. ഈ വീഡിയോ കാണുന്ന ദമാമിലുള്ള സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദമാമിലെ ഖതീഫിലുള്ള ഈ ഖബർസ്ഥാനിലെ ഏത് നബിയുടെ ഖബറാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞു തരിക. മറ്റൊന്ന്, ഇവിടെ അദ്ദേഹം കാണിച്ചു തരുന്ന ഒരു അനാചാരമായിട്ട്, വലിയൊരു അനാചാരമായിട്ട് അദ്ദേഹം ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്ന അതിന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അതിലേക്കും വലിയൊരു അനാചാരം അത് അവിടെ കാണിക്കുന്നുണ്ട്. ഖബറിൻ്റെ മുകളിൽ ഒരു ചെറിയ സ്പീക്കർ, അതിൽ ഓഡിയോ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. 365 ദിവസം 24 മണിക്കൂറും അങ്ങനെ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു അനാചാരമായിട്ടാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് നമുക്ക് വീഡിയോ കാണാം. അതിനു പുറമെ ഖബറിന് സുജൂദ് ചെയ്യുന്ന ഖുറാഫി കുബൂരികളെയും അദ്ദേഹം ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്തായാലും അൻസാരി സുഹരി ഉസ്താദെ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നോ എന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ ഈ അടുത്ത കാലം വരെ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഷെഡ് പോലെ പട്ടയും പാളയൊക്കെ വെച്ചിട്ട് 2 കോലും നാട്ടിയിട്ട് ആളുകൾക്ക് വെയിൽ കൊള്ളാതിരിക്കുവാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയിട്ട് 24 മണിക്കൂറും അവിടെ ഇരുന്നിട്ട് 2 ആൾ ഇരുന്നിട്ട് ഖുർആൻ ഇങ്ങനെ ഓതിയിരുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിന് കത്തപ്പര എന്നാ പറയാ. ഇത് താങ്കൾ ഒരു മോശമായ ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ ആ കത്തപ്പര എന്ന് പറയുന്ന സംവിധാനവും അല്ല, അത് എടുത്തു കളഞ്ഞത്, ഇവിടുന്ന് വിത്തറ്റി പോകാൻ തുടങ്ങിയത് അത് മോശമായത് കൊണ്ട് തന്നെയാണ്, അത് ഖുർആനായത്തിന് വിരുദ്ധമായതുകൊണ്ടുമാണ്. ഏതായാലും അൻസാരി സുഹരി ഉസ്താദ് ബാക്കി എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. എന്തായാലും ഉസ്താദേ, നിങ്ങളെ വിളിക്കുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത്, നിങ്ങളെ ഫോണൊന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറയട്ടെ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഖബർസ്ഥാൻ ഇത്രയും വിപുലീകരിക്കാറില്ല. ഇത് ഷിയാക്കളുടെ രീതിയാണ്. ഉസ്താദേ, ഞാൻ ഇടയിൽ കയറുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഖബർസ്ഥാൻ ഇത്രയും വിപുലീകരിക്കാറില്ല. ഇൻഷാ അല്ലാഹ് അത് ഭാവിയിൽ ആയിക്കോളും. ഷിയാക്കൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് അടിസ്ഥാനമാക്കുകയാണല്ലോ. മറ്റൊരു കാര്യമുള്ളത്, ഏത് രൂപത്തിലാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ചില കബറുകളുണ്ടല്ലോ, വിപുലീകരിച്ച് ആൾക്ക് മേലെ 1.5 ആയിട്ടുള്ള കബറുകളൊക്കെ ഇതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് മലബാർക്ക് പോരി, ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ കണ്ട് പോകുക. തമിഴ്നാട് നമ്മുടെ സ്റ്റേറ്റ് മാറി നോക്കാം. ഇവിടെ കേരളത്തിൽ തന്നെ എത്രയെങ്ങാനും ഉണ്ട്. നിങ്ങൾ അവിടുന്ന് കുറച്ചങ്ങോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഭീമാ പള്ളിയിലൊക്കെ ഒന്ന് പോയേക്കാണേയും അതുപോലെ നിങ്ങളുടെയൊക്കെ ആ പരിസരത്ത് കൂടി തന്നെ ഉള്ള മുനമ്പത്തൊക്കെ അല്ലേ, അവിടെയൊക്കെ ഉണ്ട് വിപുലീകരിച്ച ഒറ്റപ്പെട്ട കബറുകളുണ്ട്. അതും ഇസ്ലാമിലില്ല. അതൊന്നും ഈ കൂട്ടത്തിൽ ഉസ്താദ് പറയുകയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ഉസ്താദ് പറയും. അവർ ഖബറിൻ്റെ മീസാൻകലിൻ്റെ മുകളിലൊക്കെ മരിച്ച ആളുടെ ചിത്രം വെക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ശൈലി അവർക്കുണ്ട്. നമ്മുടെ നാട്ടിലെ സെമിത്തേരിയുടെയൊക്കെ ഒരു വാർപ്പ് മാതൃക എന്ന് പറയാം. ഒരു മിനിറ്റ്, നമ്മുടെ നാട്ടിൽ സെമിത്തേരിനെ മാത്രം പറയണ്ട. നമ്മുടെ നാട്ടിൽ ഫോട്ടോ മാത്രമേ ഇല്ലാത്തുള്ളൂ. ജനനം മുതൽ മരണം വരെയുള്ള ഡേറ്റ്, പേര്, വീട്ടുപേര്, പിന്നെ 786 നക്ഷത്രം, ചന്ദ്രിക, ഒക്കെ ഉണ്ട്. ഫോട്ടോ വെച്ചിട്ടില്ല എന്നുള്ളൂ. അതൊക്കെ ഭാവിയിൽ വെക്കും. ഇതൊക്കെ കണ്ടു വരുന്ന ആളുകൾ അത് ചെയ്തേ ഇരിക്കുള്ളൂ. കാര്യം ഇങ്ങനെയാണല്ലോ നമ്മുടെ ഈ ദീനുൽ ഇസ്ലാമിലേക്ക് ഓരോ ബിദഅത്തുകൾ വന്ന് കയറിയത്. എന്നിട്ട് ആ ബിദഅത്തിനെ ന്യായീകരിക്കാണല്ലോ ചില ആളുകളുടെയൊക്കെ അല്ലേ പണി. എന്തായാലും താങ്കൾ പറയൂ, താങ്കളുടെ ബഹുമാന പുരസ്സരം പറയുന്നു. താങ്കൾ ഇതൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയുക. ഈ ഉള്ളവനെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്. താങ്കളെപ്പോലെയുള്ള ആ ഘനഗംഭീരമുള്ള ആ ശബ്ദത്തിൽ അതിൻ്റെ ആ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൂടെയൊക്കെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ലോകത്ത് നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ വന്നാലും
അതിനൊക്കെ പകരം ഇരട്ടിക്കരട്ടിയായിക്കൊണ്ട് അള്ളാഹു നാളെ നമുക്ക് നൽകും എന്നൊരു വിശ്വാസം, ആ വിശ്വാസത്തിലാണ് ഈ ഉള്ളവനൊക്കെ പോകുന്നത്. താങ്കളും ആ വിശ്വാസക്കാരനാണ് എന്നുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് പറയുന്നത്. താങ്കൾ പറയും. നമ്മുടെ ബഹുമാനപ്പെട്ട ഹാരിസ് ഉസ്താദും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അലൈഹിസ്സലാമിൻ്റെ ഖബർ ഷരീഫ്. ഖബറിന്റെ മുകളിൽ സ്പീക്കർ, ആ സ്പീക്കറിലൂടെ വിശുദ്ധമായി ഖുർആന്റെ ഓഡിയോ കേൾപ്പിക്കുന്നു. ഇതിലും അപകടകരമായ മറ്റൊരു സംഗതിയാണ്. നോക്ക്, ഇതിലും അപകടകരമായ മറ്റൊരു സംഗതി ആണ് എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതുവഴി വെണ്ടയ്ക്ക 10 കൈപ്പക്ക 20 എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വണ്ടി പോകുന്നുണ്ട്. ശബ്ദം വരികയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതിനേക്കാൾ അപകടകരം എന്ന് പറഞ്ഞാൽ ഇത് അപകടമാണ്. ഏത്? സ്പീക്കറിൽ ഖുർആൻ ഇങ്ങനെ ഖിറാഅത്ത് ഇങ്ങനെ ദിവസവും ഇങ്ങനെ 24 മണിക്കൂറും ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന ആ ഒരു അപകടത്തിനേക്കാൾ വലിയ അപകടം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തരുന്ന ആ അപകടത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം നമുക്ക്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അലൈഹിസ്സലാമിൻ്റെ ഖബറിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാണ്. അല്ലാഹുവേ കാക്കണേ അല്ലാഹ്, നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ ഖബറിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അയാൾ അവിടെ പോയിട്ട് നിസ്കരിക്കുകയാണോന്ന് അറിയില്ല. നിസ്കരിക്കുകയാണെങ്കിലും പാടില്ലാത്തതാണ്, സുജൂദ് ചെയ്യുകയാണെങ്കിൽ തീരെ പാടില്ലാത്തതാണ്. ഷിയാക്കൾക്ക് ആവാം അല്ലേ? ഷിയാക്കൾക്ക് അങ്ങനെയൊക്കെ ആവാമല്ലോ, അതുകൊണ്ടാണല്ലോ അവർ ഷിയാക്കളായത്. ഓക്കെ, എന്തായാലും ഇതിനേക്കാൾ അപകടമുള്ളതാണ് അത് എന്ന് പറഞ്ഞു. രണ്ടും അപകടം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഒന്നുകൂടി അദ്ദേഹത്തോട് യോജിച്ച് നിൽക്കുന്നു. ഇതൊരു ബിദഅത്താണെങ്കിൽ അത് പച്ച ശിർക്കായി പോകുന്ന ഒരു കാര്യമാണ്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഏതായാലും അൻസാരി സുഹരി ആലപ്പുഴയെ പോലെയുള്ള ഇതുപോലെയുള്ള ഉസ്താദുമാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ജനസമക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർ എടുക്കുന്ന അവരുടെ ആ നല്ല മനസ്സ് അഭിനന്ദിക്കുന്നു. കുറച്ചുകൂടി അങ്ങനെ ഉസ്താദെ നിങ്ങൾ കുറച്ചുകൂടി തുറന്നു പറയലുകൾ നടത്തുക. ഇവിടെ നെല്ലിക്ക 1.5 കിലോ 100 വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലുള്ള ഒറ്റപ്പെട്ട ജാറങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ പറയും, അതങ്ങനെ പറയാൻ പാടില്ല, അത് മഹാത്മാക്കളാന്ന് പറയും. ഇവർ നടത്തുന്നത് ഇതുപോലെയുള്ള ചില അനാചാരങ്ങൾ അവിടെ ഇവിടെയും നടത്തുമ്പോഴാണ് ഇത് നമ്മുടെ നാട്ടിലേക്കും വരുന്നത് എന്നുള്ള ആ ഒരു കാര്യം മറക്കാതിരിക്കുക. അള്ളാഹു ഇതുപോലെയുള്ള ശർറിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.